ഈ രീതിയിൽ ഡോഗിന് ട്രീറ്റ് കൊടുക്കരുത്. നമ്മൾ ട്രീറ്റ് കൊടുക്കേണ്ട എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ട്രീറ്റ് എടുക്കുക, കൈവെള്ളയെ വെക്കുക. കൈവെള്ളയെ വെച്ചിട്ട് നമുക്ക് ഇത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചുരുട്ടി പിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വെച്ച് വേണേലും കൊടുക്കാം. അതിനുശേഷം വളരെ ശാന്തമായിട്ട് നിൽക്കുക, വിളിക്കുക, എറിഞ്ഞോ, ഇങ്ങനെ കൊടുക്കുക. അഡ്വാൻറ്റേജ് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രീറ്റ് ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോഴത്തേന് ഡോഗ്സ് ഇവർ നമ്മൾ ഓൾറെഡി ട്രെയിൻഡ് ആണ്. പപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും കയ്യിൽ കടിച്ചെടുക്കാൻ ടെൻഡൻസി കാണും. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നക്കിയെടുക്കാൻ തുടങ്ങും. നക്കിയെടുക്കുമ്പോഴത്തേന് ഡോഗ് അതിനെ കൂടുതൽ ടേസ്റ്റ് ചെയ്യുകയും അതിനെ മനസ്സിലാക്കി കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് കടിച്ചങ്ങ് വിഴുങ്ങത്തതേ ഉള്ളൂ. അത് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും, വെപ്രാളത്തിലായിരിക്കും. അപ്പൊ ആ ഒരു വെപ്രാളം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കയ്യിൽ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഡീസന്റ് ആയിട്ടൊരു ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ട്രീറ്റ് കൊടുത്ത് ശീലിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രീതിയിൽ ഡോഗ്സിന്റെ അടുത്ത് നോ പറയാതിരിക്കുക. നമ്മൾ പറയേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി നോ, പെട്ടെന്ന് അവർ കാമാവും. അത് പറയേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോ പറയുന്നു. നോ പറഞ്ഞതിന് ശേഷം ബോഡി പിന്നെ അനക്കരുത്. നമ്മൾ പ്രത്യേകിച്ച് ഫിംഗേഴ്സ് ഒന്നും അനക്കാതിരിക്കുക, കൈക്ക് മൂവ്മെന്റ് ഇടാതിരിക്കുക, കാല് ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ഒന്നും മൂവ് ചെയ്യാതിരിക്കുക. ശ്വാസം പിടിച്ചു വയ്ക്കുക, ഒരു 3 സെക്കൻഡ് എങ്കിലും ശ്വാസം പിടിച്ചു വയ്ക്കുക. നോ. ഈ ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആ പറഞ്ഞ ഒരു കാര്യമായിട്ട് അഡ്ജസ്റ്റ് ആകും. നമ്മൾ കോൺഫിഡന്റ് ആണ്, കാം ആണ് എന്നുള്ള ഒരു ഫീൽ ഡോഗിന് വരികയും ചെയ്യും. ഇത്രയും കഴിഞ്ഞാൽ ഡോഗിന്റെ എക്സൈറ്റ്മെന്റ് കുറയുകയും അവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ നോ 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 എന്ന് പറയുമ്പോൾ ഡോഗ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകും. ഈ നോ എന്നുള്ളതല്ല, ഏത് വാക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഡോഗിനെ ഒരിക്കലും അത് കാമാക്കില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ചെയ്തത്. ആ ഒരു വേർഡ് അവർ പഠിച്ചിട്ടുമില്ല. പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നോ 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 എന്ന് കേൾക്കുമ്പോൾ വേറെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. നോ എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിലല്ല. നമ്മൾ പഠിപ്പിച്ച കമാൻഡും ഈ നോ നോ നോയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ രീതിയിൽ ദേഹത്തോട്ട് ജമ്പ് ചെയ്യുന്ന ഒരു ഡോഗിന്റെ അടുത്ത് നിൽക്കരുത്. നിൽക്കുന്ന കാര്യം മാത്രമാണ്, കമാൻഡുകളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. നമ്മൾ ദേഹത്തോട്ട് ഡോഗ് ചാടി കയറുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മുടെ ദേഹത്തോട്ട് വീണ്ടും വീണ്ടും ചാടി കയറിക്കൊണ്ടിരിക്കും. ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇയാൾ ചാടാൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർവേഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പതുക്കെ അങ്ങ് മാറിക്കോളും. കണ്ട, ബാക്കിലോട്ട് മാറും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാം ആവുക. നമ്മൾ എത്രത്തോളം വെപ്രാളം പിടിക്കുന്നോ അത്രത്തോളം ഡോഗ് നമ്മുടെ ദേഹത്തോട്ട് ജമ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ ഫോർവേഡ് ഒന്ന് മൂവ് ചെയ്തു, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാമായിട്ട് നിൽക്കുകയും ചെയ്തു. എത്രത്തോളം എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടോ, എത്രത്തോളം എസ്കേപ്പ് ആവണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ, അത്രത്തോളം ഡോഗ് കൂടുതൽ ചാടിക്കയറും. ഇത് കൂടാതെ നമുക്കിത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകൾ അനക്കാതിരിക്കുക, കൈകള് മൂവ് ചെയ്ത് ഡോഗിനെ എക്സൈറ്റ് ചെയ്യിക്കാതിരിക്കുക. ഇതിപ്പോ ഞാൻ കൈ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്റെ ദേഹത്തോട്ട് ചാടത്തില്ല, ഈ ബോളിന്റെ അടുത്തോട്ടാണ് ഈ ചാടുന്നത്. കമാൻഡ് ഒന്നും പറയാതാണ് അവിടെ കിടന്നത്. ഓക്കെ, കല്ലോ. ഈ രീതിയിൽ നിങ്ങളുടെ ഡോഗിനെ വിളിക്കരുത്. നമ്മൾ വിളിക്കുമ്പോൾ എപ്പോഴും വളരെ സ്വീറ്റ് ആയിട്ട് വിളിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു റീസണും ഇല്ലാതെ നമ്മുടെ ഡോഗിനെ വിളിക്കരുത്. നിങ്ങൾ സാധാരണ ചില സമയത്ത് നെഗറ്റീവായിട്ട് വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഡോഗ് വിളിച്ചിട്ടും വരാതിരിക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ വേസ്റ്റോ അതേപോലെ നമ്മുടെ ചെരുപ്പോ എന്തെങ്കിലും ഒരു സാധനം ഡോഗ് എടുത്തോണ്ട് പോകുമ്പോൾ നമ്മൾ ഇതേപോലെ നെഗറ്റീവായിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോഗിന് ആ ഒരു പേര് വിളിക്കുന്നതിനോട് നെഗറ്റീവായിട്ടുള്ള ഒരു മുൻധാരണ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിളിക്കുന്നത് പിന്നീട് ഡോഗ് വരാതിരിക്കാനുള്ള ചാൻസ് അതിനനുസരിച്ച് കൂടി വരത്തതേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, എപ്പോഴും ഡോഗിനെ സ്വീറ്റ് ആയിട്ട് വിളിക്കുക. ഹലോ, അപ്പൊ കൂടുതൽ അടുത്തോട്ട് വരും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അഥവാ ട്രീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഗുഡ് പറഞ്ഞിട്ട് സ്നേഹിച്ചെങ്കിലും വിടിയെങ്കിലും വേണം. അതായത് ഇങ്ങനെ ഒന്ന് തടവി വിട്ടാലും മതി. റീസൺ ഇല്ലാതെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മനുഷ്യന്റെ കാര്യമാണെങ്കിൽ ആലോചിച്ച് നോക്കുക. ആദ്യം ഒരാൾ വിളിച്ചു, അടുത്ത് വന്നു. രണ്ടാമതൊരാൾ വിളിച്ചു, അടുത്ത് വന്നു. ഇത് ചുമ്മാതെ വിളിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാലും അവര് വരാതിരിക്കാം. കാരണം അവര് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ പോകുന്നത്. അപ്പൊ ആ കാര്യത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണം. ഇനി എന്തെങ്കിലും സാധനം എടുക്കാനാണ് ഡോഗ് പോകുന്നതെന്നുണ്ടെങ്കിൽ, പേര് വിളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ സാധനം താഴെ ഇടാനായിട്ടുള്ള ഡ്രോപ്പ്, ലീവ് ഇറ്റ്, അതേപോലെയുള്ള ഏതെങ്കിലും കമാൻഡ് പറഞ്ഞ് ഡോഗ് നമ്മളെ നോക്കിയതിന് ശേഷം വിളിക്കാവൂ. ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ അല്ല നമ്മൾ ഡോഗിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ 5-10 മിനിറ്റ് മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിനെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഡോഗിനെ കളിക്കാനായിട്ടുള്ള ഒരു സമയം ആദ്യം കൊടുത്തിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡോഗ് ടയേർഡ് ആവും. അതിനുശേഷം ഡോഗിന് നമുക്ക് അല്പം വേണമെന്നുണ്ടെങ്കിൽ സ്നേഹമൊക്കെ കൊടുക്കാം. സ്നേഹം കൊടുക്കാനുള്ള സമയം ഇതിന്റെ ഇടയ്ക്ക് തന്നെ കണ്ടെത്തുക. അതിനുശേഷം ഡോഗിന് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിരിക്കും. റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കൂടി ഇരുന്ന് കൊടുക്കുക, ഇരിക്കാതിരിക്കാം. അതേപോലെ തന്നെ ഫുഡ് കൊടുക്കാനുള്ള ടൈം.
ഇതെല്ലാം കൂടെ നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ദിവസത്തെ ബേസിക് റിക്വയർമെന്റ്സ് എല്ലാം നമ്മളിൽ കൂടി കടന്നു പോകും. ഇപ്പം ഡോഗിന് നല്ലോണം നമ്മുടെ അടുത്ത് അറ്റാച്ച്മെന്റ് ആവും. ഇപ്പൊ ചിലർ ഒത്തിരി നേരം പിടിച്ചിരുത്തി സ്നേഹിക്കും, വേറൊരു കാര്യം ഒന്നും ചെയ്യുന്നില്ല, അതായത് കളിപ്പിക്കുന്നില്ല, ഫുഡ് കൊടുക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോഗ് ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളിനെ ആശ്രയിച്ച് തുടങ്ങും. അതേപോലെ തന്നെയാണ് ഓരോ കാര്യം. നമ്മളെ ഫുഡിന് വേണ്ടിയിട്ടും അതേപോലെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡോഗ്സിനെയും എല്ലാവരും പിടിച്ചു വെക്കാറുണ്ട്, ബാക്കി കാര്യങ്ങളെ മിസ്സാക്കാറുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് എത്ര സമയമാണോ ഉള്ളത് ആ സമയം അതിന് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ആക്കുക.